ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുക. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ എല്ലാവരും കണ്ണീരോടുകൂടി ആർത്തലച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കുക. ചിലപ്പോൾ അവർക്കൊന്നും കാണാൻ സാധിച്ചെന്ന് വരില്ല, എങ്കിൽ കൂടിയും അവരൊക്കെ ഈ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, കണ്ണേ കരളെ VSA എന്നുള്ള ആ ഒരു മുദ്രാവാക്യം. മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്ന മുദ്രാവാക്യം. വൻ ജനാവലിയോടെ VSന്റെ മൃതദേഹം കടന്നു പോകുമ്പോൾ ജനക്കൂട്ടം അത്രയും ആർത്തിരമ്പിക്കൊണ്ട് ജനനായകന് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവസാനമായി അദ്ദേഹത്തിന് ഒരു ലാൽ സലാം നൽകുകയാണ്. കംറേഡ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു ലാൽ സലാം നൽകുകയാണ്. VS എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിപ്ലവ സൂര്യൻ VS എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 102ാമത്തെ വയസ്സിൽ അദ്ദേഹം വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ജീവിതം എന്ന് പറയുമ്പോൾ സമര ചരിത്രങ്ങളുടേത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് യാത്രയുടേത് കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് വേലിക്കകത്ത് അച്യുതൻ, VS അച്യുതാനന്ദൻ എന്ന ഈ ഒരു മനുഷ്യന്റെ ജീവിതം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലവും അതുപോലെ അദ്ദേഹം CPMന്റെ കരുത്തനായ നേതാവായിരുന്ന സമയവും മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടവും ഒക്കെ ശരിക്കും ആ സമയത്ത് നമുക്കറിയാം, നമ്മൾ പത്രവും മീഡിയയും ആ സമയത്ത് തന്നെയാണ് TV ജേർണലിസവും ഒക്കെ അത്രത്തോളം വികസിച്ച ഒരു കാലഘട്ടമായിരുന്നു VSന്റെ 2000-ന് ശേഷമുള്ള കാലഘട്ടം. ആ ഒരു സമയത്ത് നമുക്കറിയാം ശരിക്കും ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെയായിരുന്നു കേരള രാഷ്ട്രീയവും VS എന്ന മനുഷ്യനും മുന്നോട്ട് പോയിരുന്ന ആ ഒരു കാലഘട്ടം. VSനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ പ്രശ്നങ്ങൾ, പിണറായി വിജയൻ, VS എന്നിങ്ങനെ രണ്ട് ചേരികൾ നിറഞ്ഞു നിന്ന ആ ഒരു സമയത്ത് ഒരു ഭാഗത്ത് പാർട്ടി മുഴുവനും, പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം മുഴുവനും VSനെതിരെ നിൽക്കുന്നു. അതുപോലെ പ്രതിപക്ഷ നേതൃത്വം പ്രതിപക്ഷത്തിന്റെ രീതിയിലുള്ള അവരുടെ എതിർപ്പും മുന്നിൽ നിൽക്കുന്നു. എന്നിട്ടും ഒറ്റയാനായി നടന്നു VSന്റെ ആ ഒരു കാലഘട്ടം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം നമ്മളുടെ മനസ്സിലൊക്കെയുണ്ട്. VSന്റെ ആ സമയത്തെ ഒരുപാട് പ്രസംഗങ്ങൾ TV-യിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ കാച്ചി കുറുക്കിയുള്ള, ആറ്റിയും കുറുക്കിയും, സൗണ്ട് ഇടറിയും അതുപോലെ തന്നെ സൗണ്ട് നീട്ടിയും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തീർച്ചയായും നിറഞ്ഞു നിൽപ്പുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഒരുപാട് പ്രസംഗങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് TK ഹംസക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ കാലം വന്ന് വിളിച്ചിട്ടും എന്തേ പോവാത്തു ഗോവാല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അമരാവതിയിൽ സഖാവ് AKG സമരം നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് മരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചവനാണ് ഈ ഹംസ എന്ന് പറഞ്ഞുകൊണ്ട്. ഹംസ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹംസക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതായത് TK ഹംസ VSനെ അല്ലെങ്കിൽ കോലിട്ടിളക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് VSനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിന് പെട്ടെന്ന് VSന്റെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ആ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പണ്ട് മുസഫർ അഹമ്മദും മറ്റുമൊക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് പിന്നീട് ഇത് വളർന്നു വലുതാവുമ്പോൾ പിന്നീട് വന്ന് കയറിയവനാണ് ഈ TK ഹംസ, DCC പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ആ ഒരു പ്രസംഗം. കാലം വന്ന് വിളിച്ചിട്ടും എന്തേ പോവാത്തു കോവാല എന്ന് 2 പ്രാവശ്യം അദ്ദേഹം പറയുന്ന ആ ഒരു പ്രസംഗമൊക്കെ TV-യിൽ ആ സമയത്ത് ലൈവായി കണ്ട ഓർമ്മ കൃത്യമായി മനസ്സിലുണ്ട്. അതുപോലെ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. VS അച്യുതാനന്ദൻ വേഴ്സസ് പിണറായി വിജയൻ. ആ ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ പിണറായിക്ക് കൊണ്ടും കൊടുത്തുമുള്ള ആ ഒരു കാലഘട്ടവും നമ്മുടെ മനസ്സിലുണ്ട്. പിണറായി വിജയൻ ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരു കുട്ടി ബക്കറ്റിൽ വെള്ളമെടുക്കുന്ന ഒരു കുട്ടിയുടെ ഉപമ നൽകിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രസംഗം പിണറായി വിജയൻ VSനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം, പിണറായിയുടെ പ്രസംഗം എന്ന് പറയുമ്പോൾ ഇതായിരുന്നു: ഒരു കുട്ടി കടലിൽ കാണാൻ ചെന്ന ഒരു കുട്ടി തിരയിങ്ങനെ ആർത്തിരമ്പി വരികയാണ്. കുട്ടി ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് അതിൽ നിന്ന് വെള്ളമെടുത്ത് കോരുന്നു. ശേഷം ഈ വെള്ളം തിരയായി അടിക്കാത്തത് കണ്ട് ചോദിക്കുന്നു, അല്ലയോ വെള്ളമേ, എന്തുകൊണ്ടാണ് നീ തിരയായി അടിക്കാത്തത് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഈ സമുദ്രമാകുന്ന മാർത്തട്ടിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രത്യേക ശക്തി ലഭിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറയുന്നു. അതായത് പാർട്ടിയാകുന്ന ഒരു സമുദ്രത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് പ്രത്യേക ശക്തി ഉണ്ടാകുന്നത്, അല്ലാതെ ഒറ്റക്കൊറ്റക്ക് ആർക്കും ഒരു ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് VSനെ ഒന്ന് ഇകഴ്ത്തിക്കൊണ്ടുള്ള പിണറായി വിജയന്റെ ആ സംസാരം ഉണ്ടാകുന്നു. അതിനുശേഷം VS കൃത്യമായ മറുപടി അതിന് നൽകുന്നു. ഗോർബച്ചേവിനെ ഉപമിച്ചുകൊണ്ട് അതിൽ വെള്ളം എത്രയുണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ഒരു തിര പോലും ഉണ്ടാവില്ല എന്ന രീതിയിൽ, സമുദ്രം പോലും വറ്റി വരണ്ടു പോകും എന്ന രീതിയിലുള്ള ഒരു പ്രസംഗം പിണറായി വിജയന് തിരിച്ച് VS നൽകുന്നു.
അതുപോലെ വി എസിന്റെ സിൻഡിക്കേറ്റ്, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന രൂപത്തിൽ വലിയ രീതിയിൽ പാർട്ടിയുടെ ഒരു മുഖം, അതായത് വി എസിനെ ഒരു നന്മയുടെ വക്താവായും പിണറായി വിജയനെ തിന്മയുടെ വക്താവായും ചിത്രീകരിക്കുന്നു എന്ന രീതിയിൽ പാർട്ടി ഒരു സിൻഡിക്കേറ്റ്, മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി പറയുമ്പോൾ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ തന്നെ സിൻഡിക്കേറ്റിന്റെ സഹായം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വി എസിന്റെ പ്രസംഗം ആ സമയത്ത് നമ്മുടെ ഓർമ്മയിലുണ്ട്. പിന്നെ ഉള്ളത് ഇതേപോലെ തന്നെ അമൂൽ ബേബി എന്ന് പറഞ്ഞുകൊണ്ട്, അമൂൽ പുത്രന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള വി എസിന്റെ പ്രസംഗം, അതൊക്കെയും ആ സമയത്ത് വലിയ രീതിയിൽ വൈറലായിരുന്നു. പിന്നെയുള്ളത് ജോസ് കെ മാണി, അതായത് കെ എം മാണിക്കെതിരെ ഒരു കാട്ടുകളൻ ഉണ്ടല്ലോ, എന്തായാലും പേര് ഞാൻ മറന്നുപോയി, വീരപ്പൻ. അങ്ങനെ വീരപ്പൻ ഇദ്ദേഹത്തെ കാണുകയാണെങ്കിൽ കാൽക്കൽ വീണ് ശിഷ്യപ്പെടും എന്ന രീതിയിലുള്ള ഒരു പ്രസംഗം. പിന്നെ ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെടുത്തിയുള്ള ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ ജോക്കൻ, ജിക്കുമോൻ ജോക്കൻ, അതുപോലെ സലീം രാജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സരിതയുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വി എസിന്റെ പ്രസംഗങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ. മറ്റൊരു കാര്യം, വി എസ് ഒരു കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ആർ ബാലകൃഷ്ണപിള്ള ആവട്ടെ, പി കെ കുഞ്ഞാലിക്കുട്ടി ആവട്ടെ, അവർക്കെതിരെയും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് പൊരുതേണ്ടിയിരുന്നത് പാർട്ടിയിലെ പ്രബല ശക്തിയായ പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്കെതിരെയും അതുപോലെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ എതിർപ്പുള്ള പ്രതിപക്ഷ നേതൃനിരയിലുള്ള ഉമ്മൻചാണ്ടി പോലുള്ള പ്രതിപക്ഷ നിരയോടുമായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം ഉണ്ടായിരുന്നത്. പലപ്പോഴും പാർട്ടിയിൽ അദ്ദേഹം ഒറ്റയാനായി നിൽക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ടി പി ചന്ദ്രശേഖരൻ മരണപ്പെട്ട സമയത്ത് കുലംകുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞ സമയത്ത് അതേസമയത്ത് ഒരു ഇലക്ഷൻ നൽകുകയായിരുന്നു. ഒരു ബൈ ഇലക്ഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വി എസ് അച്യുതാനന്ദൻ ഇങ്ങ് വടകരയിൽ ഒഞ്ചിയത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിക്കൊണ്ട് സഖാവ് രമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇത് ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച സംഭവമൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ വി എസിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം, അതുപോലെ പാർട്ടിയെ വളർത്തിയിരുന്ന ഒരു കാലഘട്ടം, അതുപോലെ അദ്ദേഹം എത്രത്തോളം ജനങ്ങളുമായി ചേർന്നാണ് നിന്നിരുന്നത് എന്നതിന്റെ തെളിവുകൾ അതൊക്കെയും നമ്മുടെ മനസ്സിലുണ്ട്. ജനമനസ്സിൽ എപ്പോഴും വി എസ് എന്ന് പറയുമ്പോൾ പോരാളിയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിനെ കാണാൻ പോയവരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിലാപയാത്ര കാണാനും അതുപോലെ അദ്ദേഹത്തിന്റെ അവസാനമായ ഒരു നോക്ക് കാണാനും ഓടിക്കൂടിയ ജനങ്ങളുടെ ജനസഞ്ചയം, അദ്ദേഹത്തിന്റെ ജീവിതം എത്രത്തോളം ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്നതിന്റെ നേർത്തെളിവുകളായി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ വി എസിന്റെ ആ ഒരു കാലഘട്ടം സംഭവബഹുലമായ, അത്രയും ത്രില്ലിംഗ് ആയിരുന്ന ആ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ നമ്മൾ പലപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട്. പ്ലാച്ചിമട തൊട്ട് ഒരുപാട് പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മുൻനിരയിൽ നിന്നുകൊണ്ട് നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയതുപോലെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നതിലും തെറ്റില്ല എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വി എസിന് സീറ്റ് നിഷേധിച്ചപ്പോൾ അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ മുദ്രാവാക്യങ്ങൾ കേരളം ഒട്ടുക്കും കൊടുമ്പിരി കൊണ്ടതും മുഴങ്ങിക്കേട്ടതും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വി എസിന് വീണ്ടും പാർട്ടി സീറ്റ് നൽകാൻ നിർബന്ധിതനാകുന്ന ആ ഒരു അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് അപ്പുറം ജനങ്ങളുമായിട്ടുള്ള ഏത് പാർട്ടിയുമായിട്ടും അല്ലെങ്കിൽ ഏത് ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സമര രംഗത്ത് നിന്ന് വന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം കടന്നു പോകുമ്പോൾ ഒരു വിജയിയായിട്ട് തന്നെയാണ് വി എസ് ഈ 102ാമത്തെ വയസ്സിൽ കടന്നു പോയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. വി എസിന് തുല്യനായി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് വി എസ് അച്യുതാനന്ദൻ മാത്രമാണ്. കാരണം കേരള മനസ്സാക്ഷി, കേരള ജനത ഇത്രയും വികാര വായ്പോടെ, നമുക്കറിയാം ഇതിനു മുമ്പ് ഇതേ വികാര വായ്പോടെ ഇങ്ങനെ അന്ത്യാഞ്ജലി ആളുകൾ അർപ്പിച്ച ഒരു വിലാപയാത്ര നമ്മൾ കണ്ടിട്ടുള്ളത് മുമ്പ് ഇ കെ നായനാർ മരിച്ച സമയത്താണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്തും ഇതേപോലുള്ള വിലാപയാത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങളോട് അത്രയും ചേർന്ന് നിന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഇവരൊക്കെയും. അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടപ്പോഴും, സഖാവ് കോടിയേരി മരണപ്പെട്ടപ്പോഴും നമ്മൾ ഇതേപോലുള്ള വികാര വായ്പ് നിറഞ്ഞ ഒരു വിലാപയാത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശേഷം ഇതാ വി എസ് അച്യുതാനന്ദൻ കൂടി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിനും ജനങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ അവസാന യാത്രയപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഇന്നും എപ്പോഴും വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ നിറഞ്ഞു നിൽക്കും എന്നതിന്റെ നേർ സൂചകങ്ങളായി നിൽക്കുകയാണ്. ലാൽ സലാം സഖാവേ.